വെൽക്കം ബാക്ക് ടു Shini's കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആവണം. അതിനുശേഷമാണ് നമ്മളിത് പുഡിങ്ങിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം അത്യാവശ്യം ചൂടോടെ തന്നെ വേണം നമ്മൾ അതിലേക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്തിന് നമുക്കിതിലേക്കൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 ലിറ്ററാണ് പാലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചൈന ഗ്രാസ് ആണ്. അപ്പം ചെറിയ ചൂടോടെ തന്നെ വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം നമ്മൾ ചൈന ഗ്രാസിലേക്ക് ചേർക്കാൻ പാടില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിതൊരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ച് വയ്ക്കുകയാണ്. അതിനുശേഷം റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമ്മളിത് ഫ്രീസറിൽ ഒരു 5 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണ്. ഇതിപ്പോൾ ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ പുഡിംഗ് ട്രേയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലാണെങ്കിലും ഒഴിച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ നിങ്ങളിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് കുറച്ച് ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഇൻഡിസല്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊടുന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.